ലക്ഷങ്ങൾ വാരിയെറിഞ്ഞ് പ്രചാരണത്തിൽ നിറഞ്ഞ് വിജയിച്ചവരും തോറ്റവരുമുണ്ട്. എന്നാൽ നടപ്പു വഴിയിൽ നിന്നും മാറി നടന്ന് മാതൃക കാണിക്കാൻ ഒരേ ഒരു ചാണ്ടിയുമ്മൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സമാനതകളില്ലാത്ത തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് ചാണ്ടിയുമ്മൻ കാഴ്ചവെച്ചത്. ഈ മനുഷ്യനെ അനുകരിക്കാൻ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വെല്ലുവിളിച്ചു പോകും. ഈ വഴിയെ സഞ്ചരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു പോകും. കാരണം സമാനതകളില്ലാത്ത, അനുകരിക്കാൻ എളുപ്പമല്ലാത്ത പാതയാണ് ചാണ്ടിയുമ്മൻ്റേത്. സ്വന്തം റെക്കോർഡ് തിരുത്തുന്ന കായിക താരത്തിൻ്റെ മെയ്വഴക്കത്തോടെ ജയത്തിലേക്ക് സൈക്കിൾ ചവിട്ടി കയറിയിരിക്കുകയാണ് ചാണ്ടിയുമ്മൻ. കഴിഞ്ഞ തവണത്തെ 37,719 വോട്ടെന്ന ഭൂരിപക്ഷം ഇത്തവണ ചാണ്ടിയുമ്മൻ തകർത്തത് 52,907 വോട്ടിൻ്റെ ഭൂരിപക്ഷ കരുത്തിൽ. അതെ, UDF സ്ഥാനാർത്ഥി ചാണ്ടിയുമ്മൻ 52,907 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഉമ്മൻചാണ്ടിയുടെ റെക്കോർഡ് മറികടന്നു. KM രാധാകൃഷ്ണനായിരുന്നു LDF സ്ഥാനാർത്ഥി. ചാണ്ടിയുമ്മന് 84,031 വോട്ടുകൾ ലഭിച്ചപ്പോൾ KM രാധാകൃഷ്ണന് 31,124 വോട്ടുകളെ ലഭിച്ചുള്ളൂ. ഫ്ലക്സ് ബോർഡുകളും ബാനറുകളും കൊട്ടിക്കലാശവും ഒഴിവാക്കി നടത്തിയ പ്രചാരണം പുതുപ്പള്ളിയുടെ മനസ്സ് കീഴടക്കുകയായിരുന്നു. അതുകൊണ്ടാണ് വിജയിച്ച ശേഷം ചാണ്ടിയുമ്മൻ ഫേസ്ബുക്കിൽ കുറിച്ചത് "നമ്മൾ ജയിച്ചു അപ്പ" എന്ന്. പിതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിലാണ് 2023 സെപ്റ്റംബറിൽ ചാണ്ടിയുടെ മാജിക് പുതുപ്പള്ളി ആദ്യം കണ്ടത്. ചെലവ് കുറച്ച് സൈക്കിളിലേറി ഓരോ വീടുകളിലും എത്തിയായിരുന്നു ഇത്തവണത്തെ പ്രചാരണം. കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ഭൂരിപക്ഷം നൽകി പുതുപ്പള്ളിക്കാർ ചാണ്ടിക്കൊപ്പം നിന്നു. ഉമ്മൻചാണ്ടിയുടെ വ്യക്തിപ്രഭാവവും സംസ്ഥാന സർക്കാരിനെതിരെ ചാണ്ടിയുമ്മൻ സ്വീകരിച്ച നിലപാടുകളും ജയത്തിൽ നിർണായകമായി. ചെലവ് കുറച്ചുള്ള പ്രചാരണ മാർഗങ്ങൾ വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തി. പ്രചാരണത്തിനെത്തിയ രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, സച്ചിൻ പൈലറ്റ്, കർണാടകയിലെ മന്ത്രി KJ ജോർജ്, രാജസ്ഥാൻ പ്രതിപക്ഷ നേതാവ് ടിക്കാറാം ജൂലി, തെലങ്കാനയിലെ മന്ത്രി മുഹമ്മദ് അസറുദ്ദീൻ എന്നിവരെയെല്ലാം സൈക്കിളിൽ കയറ്റി. ജനങ്ങൾക്ക് എന്നെ അറിയാം, വെറുതെ ഫ്ലക്സും ബാനറുകളും സ്ഥാപിച്ച് ദൂർത്ത് നടത്തേണ്ട കാര്യമില്ലെന്നായിരുന്നു ചാണ്ടിയുമ്മന്റെ നിലപാട്. ബാനറുകൾക്കും ബോർഡുകൾക്കുമായി ചെലവഴിക്കുന്ന തുക പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകാൻ ഉപയോഗിക്കുമെന്നും ചാണ്ടിയുമ്മൻ. ചുവരെഴുത്ത് മാത്രമാണ് ഉണ്ടായിരുന്നത്. സൈക്കിളിൽ യാത്ര ചെയ്തായിരുന്നു ചാണ്ടിയുമ്മന്റെ മണ്ഡല പര്യടനം. ഇതിന്റെ തുടർച്ചയായാണ് കൊട്ടിക്കലാശവും ഒഴിവാക്കിയത്. സർക്കാരിനെതിരെ കറുത്ത വസ്ത്രം ധരിച്ചാണ് പ്രചാരണത്തിന് ചാണ്ടിയുമ്മൻ പലയിടത്തും എത്തിയത്. അരനൂറ്റാണ്ടുകാലം ഉമ്മൻചാണ്ടി എന്ന ഒറ്റ നേതാവിനെ മാത്രം നിയമസഭയിലേക്ക് അയച്ച ചരിത്രമുള്ള മണ്ഡലമാണ് പുതുപ്പള്ളി. ഈ പുതുപ്പള്ളിയിൽ നിന്നും സംസ്ഥാനത്തെ ഇടത് സർക്കാരിനെ താഴെയിറക്കിയ മുന്നണിയുടെ പ്രതിനിധിയായി ചാണ്ടി ഉമ്മൻ എത്തുമ്പോൾ പ്രത്യേകതകൾ ഏറെ. അതുകൊണ്ടാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയപ്പോൾ ഉമ്മൻചാണ്ടിക്ക് നീതി ലഭിച്ചെന്ന് ചാണ്ടിയുമ്മൻ പറഞ്ഞത്. 2.5 വർഷം അപ്പയുടെ കല്ലറ കെട്ടാതെ കാത്തിരിക്കുകയായിരുന്നു. ഇനി കല്ലറ കെട്ടാൻ പോവുകയാണെന്ന് ചാണ്ടിയുമ്മൻ പറയുന്നു. ഈ വാക്കുകൾക്ക് പിന്നിൽ വല്ലാത്ത വേദനയുണ്ട്. അതാണ് പുതുപ്പള്ളിക്കാർ കണ്ടതും കേട്ടതും.